എങ്ങനെയുണ്ട് എൻ്റെ കൊളവായ ട്രെങ്ക് ഡിഷ്? ഇൻസ്റ്റഗ്രാം മൊത്തം ക്ലേ വീഡിയോസ് കണ്ടപ്പം എനിക്കും ആഗ്രഹം. ഒന്നും നോക്കിയില്ല, ആമസോണിൽ കയറി കണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടോ. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. അല്ലാത്ത ക്ലേ വെച്ചിട്ട് ഈ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് കുറേ നാളൊന്നും നിൽക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ സിമ്പിൾ സാധനത്തിൽ നിന്ന് പിടിക്കാമെന്ന് കരുതിയിട്ടാണ് വാട്ടർമെലൺ തീമിലുള്ള ട്രെങ്ക് ഡിഷ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. പിശിക്കാണ് ഞാൻ ക്ലേ എടുക്കുന്നത്, കാരണം ഈ ഒരു എയർ ഡ്രൈ ക്ലേക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആമസോണിൻ്റെ ഇതിൽ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ആക്കാമേ. എന്തായാലും ക്ലേ വെച്ചിട്ട് ഫസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ക്ലേ പരത്തിയിട്ട് ഇതിന് ചുറ്റും വെക്കാനുള്ള സംഭവം സെറ്റാക്കിട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് അതൊരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. സോ നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് എടുത്തത്. അതിൻ്റെ അക്രിലിക് കളർ വെച്ചിട്ട് ഞാൻ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഉള്ളിൽ നമ്മുടെ ആ ഒരു സീഡ്സിന് വേണ്ടി ബ്ലാക്ക് കളറാണ് കൊടുത്തത്. ഈ സീഡ്സ് ആണ് ഗൈസ് എനിക്ക് പണി തന്നത് ലാസ്റ്റ്. ഈ ക്ലേയിലേക്ക് കളർ ചെയ്യുമ്പം എന്നാ സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയോ, നല്ല രസമാണ് കേട്ടോ. നല്ല പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടുവേ. പിന്നെ ഒരു വൈറ്റ് ആൻഡ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർണിഷ് വെച്ച് അടിച്ചപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. ഇതിലെ ഒരു സീഡ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് എൻ്റെ വാട്ടർമെലൺ കുളവായി. എനിക്ക് സങ്കടം വന്നു. പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ക്രിസ്മസ് അമ്മൂമ്മ ഉണ്ടാക്കേണ്ട വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അതിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഫസ്റ്റ് ട്രൈ കുളമായ വാട്ടർമെലൺ ട്രങ്ക് ഡിഷും പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനും? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പൊക്കടാ, ബൈ.